ഹലോ, നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ വലിയകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ, അജയ് ഹാച്ചറി. അപ്പം V4Uലെ സന്തോഷ് ചേട്ടനെ ഓർമ്മ ഉണ്ടാവും അല്ലേ? ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. സന്തോഷ് ചേട്ടൻ്റെ ഫർണിച്ചറും സോഫയും സെറ്റിയും കട്ടിലും അതുപോലെ തന്നെ ഓൺ പ്രോഡക്റ്റ് ആയിട്ടുള്ള ബെഡിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സന്തോഷ് ചേട്ടൻ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറയുണ്ടായി, ഒന്ന് വരൂ, ഇവിടെ ഒരു സർപ്രൈസ് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതെന്താണെന്നൊന്ന് കണ്ടിട്ട് വരാം. സന്തോഷ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ സന്തോഷ് ചേട്ടൻ. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ, അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇത് നമ്മൾ ഏറ്റുമാനാണ്. ഇത് പത്തനംതിട്ടയാണ് സ്ഥലം. പത്തനംതിട്ട റാന്നിയാണ്. റാന്നി എന്ന് പറയുന്നത് അജയ് ഹാച്ചറി എന്നൊരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഹാച്ചറിയാണ്, കോഴിക്കുഞ്ഞിനെ ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ അവിടുത്തെ ഒരു വർക്ക് കിട്ടി, ഒരു കോൺഫറൻസ് ഹാളിന്റെ വർക്ക് കിട്ടി. നല്ല ക്ലയന്റ് ആണ്. ആ വർക്ക് ഒന്ന് നമുക്ക് എന്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണിക്കാവുന്ന രീതിയിലാണ് വിളിച്ചത്. ഇതാണ് നമ്മുടെ കോൺഫറൻസ് ഹാളിലേക്ക് വേണ്ട ചെയറാണ്. തിയേറ്റർ ടൈപ്പ് ചെയറാണ്. രണ്ട് സൈഡിലും കപ്പ് ഹോൾഡർ ഉണ്ട്. ഇതുവരെ ഇത് ഇങ്ങനെ നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ക്രീനും കൂടെ ഉണ്ട്. സ്ക്രീൻ ഉണ്ട്. അപ്പോൾ ഒരു സിനിമ കാണുന്ന ഒരു ചെറിയ പർപ്പസ് കൂടെ ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഈ ടൈപ്പ് ഇത് ചെയ്തത്. പക്ഷെ എങ്കിലും കസ്റ്റമറിന് ഇഷ്ടപ്പെട്ടു, ഹാപ്പിയാണ്. പിന്നെ ബാക്കി എല്ലാ ഫർണിച്ചറും എല്ലാം കോൺഫറൻസ് ഹാളാകുമ്പോൾ അതിന് വേണ്ട എല്ലാ ഫെസിലിറ്റികളും എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. അപ്പൊ ഇത് എത്ര ചെയർ വരുന്നുണ്ട് സന്തോഷ് ചേട്ടാ? ഇത് നമ്മൾ 72 തിയേറ്റർ ടൈപ്പ് ചെയറാണ്. 72 അപ്പൊ ചെറിയ ചെറിയ ഫാമിലീസിനും അല്ലെങ്കിൽ ചെറുതായിട്ട് ചെയ്യേണ്ടവർക്കും വലുതായിട്ട് ചെയ്യേണ്ടവർക്കും ഒക്കെ ചെയ്തു കൊടുക്കും. പിന്നെ ഉറപ്പായിട്ട് ഷുവറായിട്ട് എത്ര ചെയർ വേണമെങ്കിലും അത്രയും ചെയ്തു കൊടുക്കും. ചെയർ വേണം പ്രൊവൈഡ് ചെയ്യാം. അതല്ല ഇപ്പൊ എല്ലാ പുതിയ വീടുകളിലെല്ലാം ചെറിയൊരു ഹോം തിയേറ്റർ ഉണ്ട്. അപ്പൊ ആ തിയേറ്ററിന് വേണ്ടി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. മോഡൽ ഏത് മോഡൽ പറഞ്ഞാലും എല്ലാ ടൈപ്പ് എല്ലാ പുതിയ മോഡലെല്ലാം ചെയ്തു കൊടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നേരത്തെ വീഡിയോയിൽ ഇത് ആവർത്തിച്ചിട്ടുള്ളതാണ്, ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ലാണ്ട് റീസണബിൾ റേറ്റില് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 100, 200, 300 എത്ര വേണേലും ചെയ്യും. 5 ഒക്കെ ആണെങ്കിലും ചെയ്യും. ഇപ്പം ഒരു ഇയർ വേണമെന്ന് അതിൽ ഒരു ഇയർ ആണ് നമ്മൾ ചെയ്തു. അതാണ് സന്തോഷം കേട്ടോ. എത്രയും ഇതായിട്ട് വളരെ ഏത് രീതിയിലും ആളുകളുടെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്തു കൊടുക്കും. ജസ്റ്റ് ഒന്ന് നോക്കാം. എത്ര നേരം ഇരുന്നാലും നല്ല കംഫർട്ടബിൾ ആയിട്ട്, സോഫ്റ്റ് ആയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാവുന്ന ചെയർ. ഏറ്റവും നല്ല കൂടിയ ഫോമൊക്കെ. അതെ അതെ. ഒരു കോൺഫറൻസ് ഹാളിന് പറ്റിയ ചെയർ. അജയ് ഹാച്ചറിലേക്കുള്ള ഗസ്റ്റ് ഹൗസിലേക്കുള്ള ഫർണിച്ചർ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോഫ സെറ്റ് ഉണ്ട്, ഡൈനിങ് ടേബിൾ ഉണ്ട്, ബെഡ്റൂം സെറ്റ് ഉണ്ട്. ബെഡ്റൂം സെറ്റ് മാട്രസ് ഉണ്ട്. മാട്രസ് നമ്മുടെ ഓൺ മാട്രസ് ആണ്, കോസി മാട്രസ് ആണ്. അത് 10 ഇഞ്ച് തിക്നെസ് ഉള്ള സൂപ്പർ സോഫ്റ്റ് ഫോം കിട്ടുള്ള നല്ല മാട്രസ്. ഇദ്ദേഹമാണ് അജയ് ഹാച്ചറിയുടെ ഓണർ ജയൻ സാറ്. ഈ വർക്കിനെ പറ്റി സാറ് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കും. ഇത് ഞങ്ങൾ അജയ് ഹാച്ചറിയുടെ കോൺഫറൻസ് ഹാളാണ്. ഞങ്ങൾ ഏതാണ്ട് ഒരു വർഷക്കാലമായിട്ട് ഇതിൻ്റെ പണി തുടങ്ങി. ഇപ്പം പര്യവസാനം കുറിച്ച സമയത്ത് ചെയറിന് വേണ്ടി ഇങ്ങനെ പലയിടത്തും എറണാകുളം മറ്റ് ജില്ലകളിലൊക്കെ തന്നെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ഒരു വീഡിയോ കാണുകയും ഇങ്ങനെ V4U എന്ന സ്ഥാപനം നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്നു എന്നുള്ള അറിവോടെ അവരെ സമീപിച്ചതിന് തുടർന്ന് അവർ വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ മനോഹരമായിട്ട് നമുക്കിവിടെ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എനിക്ക് ഏറ്റവും താല്പര്യം തോന്നി. ഞാൻ പല പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരുടെ ആ സമയം പറഞ്ഞ സമയത്തിന് സമയബന്ധിതമായിട്ട് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു. തീർച്ചയായിട്ടും ഇനിയും വീണ്ടും എനിക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോഴാണെങ്കിലും ഞാൻ അവർക്ക് ഇത്തരത്തിലുള്ള ചെയറിനെയാണെങ്കിലും ഒരു വലിയ ഓഡിറ്റോറിയം ഇതിൻ്റെ പണി തുടങ്ങി 2-3 മാസത്തിനകം തീരും. അപ്പോൾ അതിൻ്റെ വർക്കും ഞാൻ ഇവർക്ക് കൊടുക്കുകയുള്ളൂ. കാരണം വളരെ കൃത്യനിഷ്ഠയോടെ വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞ സമയത്തിനുള്ളിൽ പണി തീർത്ത് തന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവർക്ക് അവരുടെ ആ മുന്നോട്ടുള്ള യാത്ര വളരെ ആ സത്യസന്ധതയുടെയോ അല്ലെങ്കിൽ ആത്മാർത്ഥതയുടെ അതിൽ അവരുടെ സ്ഥാപനത്തിന് നല്ല നിലനിൽപ്പുണ്ടാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്.